നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായി നമ്മൾ പോൾ മോർഫിയുടെയും അതേപോലെ തന്നെ അഡോൾഫ് ആൻഡേഴ്സൻ്റെയും വ്യത്യസ്തമായ ഗെയിമുകൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് പോൾ മോർഫിയും ആൻഡേഴ്സണും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ഗെയിം നോക്കാം. ഇത് 1858 പാരീസിൽ വച്ച് നടന്ന ഒരു ഗെയിമാണ്. ഇതിൽ മോർഫി വൈറ്റ് പീസുകളും ആൻഡേഴ്സൺ ബ്ലാക്ക് പീസുകളുമാണ് എടുത്തിരിക്കുന്നത്. ഇത് സിസിലിയൻ ഡിഫൻസ് എന്നറിയപ്പെടുന്ന ഓപ്പണിങ്ങിൽ നടന്ന ഒരു ഗെയിമാണ്. സിസിലിയൻ ഡിഫൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വേരിയേഷൻസ് നമ്മൾ വേറെ തന്നെ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നതാണ്, ഓപ്പണിംഗ് തിയറീസിനെ പറ്റി. അപ്പോൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഗെയിം നോക്കാം. മോർഫി ഇവിടെ E4 കളിക്കുന്നു. അപ്പോൾ ആൻഡേഴ്സൺ ഇവിടെ സിസിലിയൻ ഡിഫൻസിൻ്റെ മെയിൻ മൂവായ C5 ആണ് കളിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം C പോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു D4 കോളം നിയന്ത്രിക്കലാണ്. അതിനുശേഷം പിന്നീട് ഈ ഒരു വൈറ്റിൻ്റെ D പോണിനെ C പോൺ ഉപയോഗിച്ച് ബ്ലാക്കിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബ്ലാക്കിന് സെൻറ്ററിൽ 2 പോണുകൾ ഉണ്ടാവുകയും വൈറ്റിന് സെൻറ്ററിൽ 1 പോൺ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ബ്ലാക്കിന് സെൻറ്ററിൽ കൂടുതൽ കൺട്രോൾ ലഭിക്കും പോൺ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ വൈറ്റിനാകട്ടെ പെട്ടെന്ന് തന്നെ പീസുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും കൂടുതൽ അറ്റാക്കിംഗ് പെട്ടെന്ന് നടത്താനും സാധിക്കും. അത് ചെറുത്ത് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സെൻറ്ററിലുള്ള പോണുകളുടെ അഡ്വാൻറ്റേജ് കാരണം ബ്ലാക്കിനും ജയിക്കാൻ സാധിക്കും. ഇന്ന് വളരെ പ്രചാരത്തിൽ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ് സിസിലിയൻ ഡിഫൻസ്. ഏറ്റവും കൂടുതൽ വിജയസാധ്യത കണക്കാക്കപ്പെടുന്നത് സിസിലിയൻ ഡിഫൻസിലാണ് ബ്ലാക്കിന്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ഇവിടെ വൈറ്റിൻ്റെ മെയിൻ മൂവ് നൈറ്റ് ടു F3 ആണ്. എന്നാൽ മോർഫി ഇവിടെ കളിക്കുന്നത് D4 ആണ്. ആൻഡേഴ്സൺ ഈ ഒരു പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. തിരിച്ച് ഇനി ക്വീൻ കൊണ്ട് ക്യാപ്ചർ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നൈറ്റ് ഇവിടെ വന്ന് ക്വീനിനെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ മോർഫി നൈറ്റ് F3 കളിച്ച് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ആൻഡേഴ്സൺ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് ടേക്സ് പോൺ. ഈ ഒരു മൊമെൻറ്റിൽ ബ്ലാക്കിന് മെയിനായിട്ട് 3 വിധത്തിൽ കളിക്കാം. ഒന്ന് E6 E5 ആണ് പോൺ പുഷ്, അല്ലെങ്കിൽ G6, അല്ലെങ്കിൽ നൈറ്റ് F6. ഇത് മൂന്നും വ്യത്യസ്ത വേരിയേഷൻസ് ആണ് സിസിലിയൻ ഡിഫൻസിൻ്റെ. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. എന്നാൽ ഇവിടെ ആൻഡേഴ്സൺ കളിക്കുന്നത് പോൺ ടു E6 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോൺ മൂവ് വഴി ഈ D6 സ്ക്വയർ വളരെ വീക്കായിരിക്കുകയാണ്. കാരണം C5ലുള്ള പോൺ ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു, ഇവിടെ ഇല്ല ഇപ്പോൾ പോൺ. അതുകൊണ്ട് തന്നെ ഈ സ്ക്വയറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു കിങ്ങിൻ്റെ മുന്നിലുള്ള പോണിനെ നീക്കിയപ്പോൾ ആ സെയിം സ്ക്വയർ വീണ്ടും ദുർബലമായിരിക്കുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് മോർഫി തൻ്റെ നൈറ്റിനെ B5ലേക്ക് കളിച്ച് ഈ സ്ക്വയർ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, നെക്സ്റ്റ് മൂവിൽ ഇവിടെ ഒരു ചെക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു ബിഷപ്പ് കൊണ്ട് നൈറ്റിനെ വെട്ടിമാറ്റുകയാണെങ്കിൽ ക്യൂൻ ഉപയോഗിച്ച് ആ ബിഷപ്പിനെ വെട്ടിമാറ്റാൻ പറ്റും. ഇതിൽ 2 ബിഷപ്പ് ഉള്ളത്, അതായത് ബിഷപ്പ് പെയർ എന്ന് പറയും. ബിഷപ്പ് പെയർ ഉണ്ടെങ്കിൽ അത് ഒരു ബിഷപ്പും ഒരു നൈറ്റും ഉള്ളതിനേക്കാളും കുറച്ച് നേരിയ അഡ്വാൻറ്റേജ് ആണ് എൻഡ് ഗെയിമിലൊക്കെ. അതുകൊണ്ട് ബിഷപ്പിന് പകരം നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിന് നേരിയ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡേഴ്സൺ D6 പോൺ പുഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇതിനെ വെട്ടിമാറ്റാൻ പറ്റില്ല, കാരണം ബിഷപ്പും ക്വീനും ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോർഫിയുടെ ബിഷപ്പ് ടു F4 കളിക്കുന്നു. വീണ്ടും ആ ഒരു പോണിലുള്ള പ്രഷർ വർദ്ധിപ്പിക്കുന്നു. ഇവിടെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ആൻഡേഴ്സൺ E5 കളിക്കുന്നു. അതേപോലെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ മോർഫി ഇവിടെ തൻ്റെ ബിഷപ്പിനെ
E3യിലേക്ക് മാറ്റുകയും അതുപോലെ ഈ ഒരു പോണിൻ്റെ മുകളിലുള്ള പ്രഷർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നൈറ്റിനെ തൽക്കാലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഡബിൾ അറ്റാക്ക് വന്നിട്ടുണ്ട് ഈ പോണിലേക്ക്. ഇവിടെയാണ് ആൻഡേഴ്സൺ തൻ്റെ കിങ് സേഫ്റ്റി നോക്കാതെ ഒരു പോൺ മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ആൻഡേഴ്സൺ ഇവിടെ കളിക്കുന്നത് തൻ്റെ പോണിനെ F5ലേക്ക് പുഷ് ചെയ്ത് E4ലുള്ള പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇത് കളിക്കാനുള്ള ഒരു കാരണം, മോർഫി തൻ്റെ പോണിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡേഴ്സന് ബിഷപ്പ് ഉപയോഗിച്ച് ആ പോണിനെ വെട്ടിമാറ്റാൻ സാധിക്കുകയും അതേപോലെ തൻ്റെ ബിഷപ്പിനെ ഒരു നല്ല സ്ക്വയറിലേക്ക് ഡയഗണലിലേക്ക് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഈ സെൻറ്ററിലെ പോണിനെ എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും. വൈറ്റിൻ്റെ ഈ പോൺ കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബ്ലാക്കിന് 2 പോൺ സെൻറ്ററിൽ വരികയും കൂടുതൽ സെൻട്രൽ കൺട്രോൾ ലഭിക്കുകയും ചെയ്യും വൈറ്റിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ പോൾ മോർഫി അതിനെ വെട്ടിമാറ്റാതെ നൈറ്റ് C3 കളിച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ പീസ് ഡെവലപ്മെൻറ്റും നടത്തിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്ക്വയർ D5 സ്ക്വയർ വളരെ വീക്ക് സ്ക്വയർ ആണ്. ഈ നൈറ്റ് മൂവ്മെൻറ്റോട് കൂടി തന്നെ ആ ഒരു സ്ക്വയറും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആൻഡേഴ്സൺ ഈ ഒരു പോണിനെ വെട്ടിമാറ്റുന്നതിന് പകരം വീണ്ടും പോൺ പുഷ് നടത്തി ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കാം, മോർഫിയുടെ മൂവ് ഗസ് ചെയ്ത് നോക്കാം. ഇവിടെ മോർഫി കളിക്കുന്നത് തൻ്റെ ബിഷപ്പിനെ എവിടേക്കെങ്കിലും മാറ്റി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം മോർഫി കളിക്കുന്നത് തൻ്റെ നൈറ്റിനെ D5 സ്ക്വയറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ദേശം C7 സ്ക്വയറിനെ കൺട്രോൾ ചെയ്യലാണ്. ഇപ്പോൾ 2 നൈറ്റ് കൊണ്ടും തൻ്റെ C7 സ്ക്വയർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആൻഡേഴ്സൺ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. മോർഫി അപ്പോൾ നൈറ്റ് C7 കളിച്ച് ചെക്ക് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ ഒരു ഫോർക്ക് ഉണ്ട്, റൂക്കിനെ അടുത്ത മൂവിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ആൻഡേഴ്സൺ ഇനി കിങ്ങിനെ മൂവ് ചെയ്യണം. ഇവിടെ ഈ റൂക്കിനെ ക്വീൻ കൊണ്ട് വെട്ടിമാറ്റാൻ പറ്റില്ല, കാരണം നൈറ്റ് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ കിങ്ങിനെ ഇനി മാറ്റാൻ ആകെ 2 സ്ക്വയർ ആണുള്ളത്. ഇവിടെ മാറ്റണം. ഇവിടെ മാറ്റാൻ പറ്റില്ല, ചെക്കാണ്, നൈറ്റിൻ്റെ ചെക്ക് ഉണ്ട്. കിങ്ങിനെ ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ക്വീൻ G4 ചെക്ക്മേറ്റ് ആണ്. കിങ്ങിന് എവിടെയും പോകാൻ പറ്റില്ല. ഇവിടെ നൈറ്റ് കവർ ചെയ്യുന്നുണ്ട്, ഇവിടെയും ഈ നൈറ്റ് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ആകെയുള്ള ഒരു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റലാണ്. F7 സ്ക്വയറിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ പോൾ മോർഫി ക്വീൻ ഉപയോഗിച്ച് ഒരു ചെക്ക് കൊടുക്കുന്നു. ഇപ്പോഴും ശ്രദ്ധിക്കുക, ഈ പോണിനെ വെട്ടിമാറ്റിയിട്ടില്ല. ഇവിടെ ഒരു ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ആൻഡേഴ്സൺ ഇവിടെ തൻ്റെ നൈറ്റ് ഉപയോഗിച്ച് ആ ചെക്കിനെ കവർ ചെയ്യുന്നു. ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് ചെക്കിനെ കവർ ചെയ്യുന്നതിനുള്ള ഒരു കാരണം തൻ്റെ പീസ് ഡെവലപ്മെൻറ്റ് കൂടിയാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു സിറ്റുവേഷനിൽ ആൻഡേഴ്സൻ്റെ എല്ലാ പീസുകളും മൈനർ പീസുകളൊക്കെ അതേ സ്ക്വയറിലുണ്ട്, ഡെവലപ്പ് ആയിട്ടില്ല. ആകെ ഒരു നൈറ്റ് മാത്രമാണ് ഡെവലപ്പ് ആയത്. അപ്പോൾ ആൻഡേഴ്സൺ സ്വാഭാവികമായും നൈറ്റ് കൊണ്ട് കവർ ചെയ്ത് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു സമയത്തും മോർഫി ഈ പോണിനെ വെട്ടിമാറ്റുന്നില്ല. മോർഫി ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് C4 കളിച്ച് ഒരു ത്രെട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് മൂവിൽ ഈ ഒരു നൈറ്റിനെ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഡിസ്കവേർഡ് ചെക്കായി മാറും. അത് വളരെ ഡേഞ്ചറസ് ചെക്കാണ്, ഡിസ്കവേർഡ് ചെക്ക്. അപ്പോൾ ഇവിടെ ആൻഡേഴ്സൺ കളിക്കുന്നത് നൈറ്റ് D4 ആണ്, ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം, അതിന് പകരം ഇവിടെ ബിഷപ്പ് കൊണ്ട് ഇവിടെ കവർ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു. ഇവിടെ ബിഷപ്പ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആദ്യമായി നൈറ്റ് കൊണ്ട് ഇതിനെ വെട്ടാം. തിരിച്ച് ഇതിനെ വെട്ടിമാറ്റിയാൽ ഇവിടെ ഒരു ചെക്ക് കൊടുക്കാൻ പറ്റും. ഇനി കിങ്ങിന് ആകെ മൂവ് ചെയ്യാൻ ഒറ്റൊരു സ്ക്വയറേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് പോകാം. ഇവിടെ രണ്ട് സ്ഥലത്തും കവേർഡ് ആണ്. ക്വീൻ കവർ ചെയ്യുന്നുണ്ട്, അതേപോലെ നൈറ്റ് കവർ ചെയ്യുന്നുണ്ട്. ആകെ ഇവിടേക്ക് മാത്രമേ പോകാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് ഒരു ഡിസ്കവേർഡ് ചെക്ക്, നൈറ്റിനെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്കവേർഡ് ചെക്കാണ്, ചെക്ക് കൊടുക്കാൻ പറ്റും. ഇനി കിങ്ങിനെ മാറ്റണം. അപ്പോൾ കിങ്ങിനെ ആകെ മാറ്റാൻ പറ്റുന്നത് ഈ 8ലേക്കാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നേരെ അതൊരു ചെക്ക് മേറ്റ് ആവും. അപ്പോൾ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് നോക്കാം. ഉടനെ ബിഷപ്പിനെ ഇവിടെ ഒരു സാക്രിഫൈസ് ചെക്ക് കൊടുക്കാവുന്നതാണ്. ബിഷപ്പിനെ കിങ്ങിനെ ഇവിടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ക്വീൻ കൊണ്ട് ഇവിടെ ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ബിഷപ്പിനെ വെട്ടിമാറ്റിയാലും നമുക്കിവിടെ ചെക്ക് മേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആൻഡേഴ്സൺ ഇതിനെ ബിഷപ്പ് കൊണ്ട് കവർ ചെയ്യുന്നില്ല. അതിന് പകരം നൈറ്റ് d4 കളിച്ച് ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ പോണിനെ വെട്ടിമാറ്റി കഴിഞ്ഞാൽ അതൊരു ചെക്ക് ഫോർക്ക് ആണ്. ചെക്ക് കൊടുത്ത് റൂക്കിനെ എടുക്കാൻ പറ്റും. ഇവിടെയും മോർഫി കളിക്കുന്നത് ആദ്യമായി നൈറ്റ് കൊണ്ട് തൻ്റെ നൈറ്റ് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ വെട്ടിമാറ്റുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് ഉണ്ടാവുകയാണ്. ഈ ഒരു സമയത്തും ആൻഡേഴ്സൺ ബിഷപ്പ് ഉപയോഗിച്ചോ നൈറ്റ് ഉപയോഗിച്ചോ ഇവിടെ കവർ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഫോർ എക്സാമ്പിൾ ബിഷപ്പ് വെച്ച് ഇവിടെ കവർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബിഷപ്പ് ടേക്സ് ബിഷപ്പ് ചെക്ക്. അപ്പോൾ ഈ നൈറ്റ് കൊണ്ട് തിരിച്ച് വെട്ടിമാറ്റിയാൽ ഈ നൈറ്റ് ഇവിടെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാൻ പറ്റും. ഇനി കിങ്ങിന് ഇവിടെയും പോകാൻ പറ്റില്ല, കാരണം ഈ രണ്ട് സ്ക്വയേഴ്സും കവേർഡ് ആണ്. ആകെ ക്വീൻ കൊണ്ട് ഇതിന് ചെക്ക് മറക്കുകയാണെങ്കിൽ ക്വീനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആകെ ഇവിടേക്ക് മാത്രമേ പോകാൻ പറ്റൂ. ആ സമയത്ത് ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ ക്വീനെ ഇവിടെ മാറ്റി ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്താലും ഇതിനെ വെട്ടിമാറ്റാൻ സാധിക്കും. കാരണം ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്താൽ നമുക്കിവിടെ നൈറ്റിനെ കളിച്ചുകൊണ്ട് ഒരു ഫോർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആൻഡേഴ്സൺ ഈ ബിഷപ്പ് ഉപയോഗിച്ച് ഇവിടെ കവർ ചെയ്യുന്നില്ല. ഇതേ സംഭവം നമുക്ക് നൈറ്റ് വെച്ച് കവർ ചെയ്താലും അത് തന്നെ സംഭവിക്കും. സെയിം സിറ്റുവേഷൻ വരും. ഇതുപോലെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൻഡേഴ്സൺ ചെയ്യുന്നത് ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെക്കിനെ ബ്ലോക്ക് ചെയ്യാണ്. അതിൻ്റെ ഒരു കാരണം ഈ ഒരു ഡയഗണൽ ബിഷപ്പിന് വേണ്ടി ഓപ്പൺ ചെയ്യുക കൂടിയാണ്. അപ്പോൾ മോർഫി ബിഷപ്പ് ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്ത് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇനി വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഈ ബിഷപ്പ് കൊണ്ടോ നൈറ്റ് കൊണ്ടോ കവർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെട്ടിമാറ്റാൻ സാധിക്കും. ഇവിടെ ആൻഡേഴ്സൺ കളിക്കുന്നത് കിങ് ടു g6 ആണ്. ഇതിൽ കുറച്ചുകൂടി നല്ല മൂവ് കിങ് ടു e7 ആയിരുന്നു. എന്നാൽ ആൻഡേഴ്സൺ കിങ്ങിനെ g6ലേക്ക് കളിക്കുന്നു. അപ്പോഴും പോൾ മോർഫി ഈ പോണിനെ വെട്ടിമാറ്റുന്നില്ല. കാരണം ഇവിടെ ക്വീൻ അറ്റാക്ക് ആയിരിക്കുകയാണ്. മോർഫി ഇവിടെ കളിക്കുന്നത് ക്വീൻ h5 ചെക്ക്. ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കിങ് ടേക്സ് നൈറ്റ്. ഇനി നെക്സ്റ്റ് മൂവിൽ
ഇത്രയും നേരം കാത്തിരുന്ന ആ ഒരു ക്യാപ്ചർ നടക്കുന്നു. പോൺ ടേക്സ് പോൺ. പിന്നെ ഈ നൈറ്റിനെയും അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ആൻഡേഴ്സൺ നൈറ്റ് കൊണ്ട് C2 പോണിനെ വെട്ടി ചെക്ക് കൊടുക്കുന്നു. ഈ റൂക്കിനെ ഫോർക്ക് ചെയ്യുന്നു. അടുത്ത മൂവിൽ റൂക്കിനെ വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മോർഫി ഇവിടെ കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു, ചെക്കിൽ നിന്ന് മാറ്റി. ഈ ഒരു പൊസിഷനിൽ വെച്ച് ആൻഡേഴ്സൺ തൻ്റെ തോൽവി സമ്മതിക്കുകയാണ്, ഗെയിം റിസൈൻ ചെയ്യാണ്. കാരണം നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു പോൺ ക്യാപ്ചർ വഴി എഫ് ഫയൽ ഓപ്പൺ ആയിരിക്കുകയാണ്. അതോടുകൂടി കിങ്ങിനെ അറ്റാക്ക് ചെയ്യാനുള്ള വൈറ്റിൻ്റെ സാധ്യതകൾ വളരെ കൂടുകയാണ്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഈ റൂക്കോ അല്ലെങ്കിൽ ഈ റൂക്കോ ഉപയോഗിച്ച് കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ നൈറ്റ് കൊണ്ട് ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ റൂക്ക് ടു F1 ചെക്ക്. കിങ് ഇനി ഇങ്ങോട്ടേക്ക് മാറുകയാണ് ചെക്കിൽ നിന്നും. അപ്പോൾ ക്വീൻ ടേക്സ് പോൺ ചെക്ക്. ഇനി കിങ്ങിനെ ഇവിടെ ബിഷപ്പ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ക്യൂൻ ഉപയോഗിച്ച്. അപ്പോൾ ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബിഷപ്പ് കൊണ്ടൊരു ചെക്ക് കൊടുക്കാം. ഇനി കിങ്ങിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം നെക്സ്റ്റ് മൂവിൽ റൂക്ക് ഉപയോഗിച്ച് ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റൂക്കിനെ ഉപയോഗിച്ച് ഇവിടെ ഒരു ചെക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇതിനെ കവർ ചെയ്യാൻ പ്രത്യേകിച്ച് മൂവ് ഒന്നുമില്ല. ആകെ ഇതിനെ പെട്ടെന്ന് കവർ ചെയ്യാൻ ഒന്നുകിൽ ബിഷപ്പ് കൊണ്ട് അല്ലെങ്കിൽ നൈറ്റ് കൊണ്ട് ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്യാപ്ചർ ചെയ്ത് വീണ്ടും ചെക്ക് കൊടുക്കാം. ബിഷപ്പ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റും ഇതിനെ ഉപയോഗിച്ച്. അപ്പോൾ അതാണ് ഈ ഒരു റൂക്കിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ചെക്ക്മേറ്റ്. ഇനി അതിന് പകരം ഈ ഒരു ക്യൂൻ ഉപയോഗിച്ച് ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്താൽ നമുക്ക് ഈ റൂക്ക് ഉപയോഗിച്ച് ഇവിടെ ഒരു ചെക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു ചെക്കിൽ നിന്നും മാറാൻ വേണ്ടി ആകെയുള്ള ഒരു മൂവാണിത്. കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് റൂക്ക് ഉപയോഗിച്ച് ഇവിടെ ചെക്ക് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കിങ്ങിനെ ചെക്ക് കൊടുക്കാം. കിങ്ങിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ നമുക്ക് ക്വീനിനെ വെട്ടി മാറ്റാൻ സാധിക്കും. അതേപോലെ കിങ്ങിനെ കൊണ്ട് റൂക്കിനെ തിരിച്ച് വെട്ടി മാറ്റിയാൽ നമുക്ക് ഈ റൂക്കിനെ ഉപയോഗിച്ച് വീണ്ടും ഈ നൈറ്റിനെ പിൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇവിടെയും ഒരു ത്രെട്ട് ഉണ്ട്. കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നമുക്ക് ഈ റൂക്ക് കൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്ക് ക്വീൻ അഡ്വാൻറ്റേജ് ഉണ്ട് മോർഫിക്ക്. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു പൊസിഷനിൽ വെച്ച് കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ ആൻഡേഴ്സൺ തോൽവി സംഭവിക്കുന്നത്. ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ഗെയിംസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.